നോക്കിയേ, വേഗം പല്ല് തേച്ച് കുളിച്ചിട്ട് വാ, കാപ്പി തരാം. ഭാസ്കരൻ എഴുന്നേറ്റോ മോളെ? അവനെ വേഗം ഒരുക്കി സ്കൂളിലേക്ക് അയക്ക്, ഇല്ലേ നീ ലേറ്റ് ആവും. ശരി അച്ഛ. അമ്മ പോയോ മോളെ? ഇല്ല, ഇന്ന് പണിയില്ലെന്ന് മേശരി പറഞ്ഞിട്ട് പോയി. ഓഹോ, വേദന കുറവുണ്ടോ അച്ഛ? ഇല്ല മോളെ, എന്റെ മോള് വൈദ്യരോട് പറഞ്ഞ് കുറച്ച് തൈലവും കൂടി വാങ്ങണം. ശരി അച്ഛ. ഭാസ്കര, എടാ ഭാസ്കര. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. ശരി പോളെ. എന്തിനാണ് ഇപ്പോഴും എന്റെ പുറകെ വന്ന് ഉപദ്രവിക്കുന്നത്? എന്താ പേര്? എന്റെ പേര് വിശ്വനാഥൻ എന്നാണ്. ഈ ലോകത്ത് ഒരുപാട് മൃഗങ്ങളും പക്ഷികളും മറ്റു ജീവികളുമുണ്ട്. ഒന്നിനും പേരില്ല. പേര് നമ്മൾ മനുഷ്യർക്കല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ചത്. അറിഞ്ഞിട്ട് എന്ത് വേണം? ആദ്യം പേര് പറയൂ. എന്ത് വേണമെന്ന് പിന്നീട് പറയാം. മനസ്സില്ല. മനസ്സില്ല? അങ്ങനെ ഒരു പേരോ? മിസ്റ്റർ, നിങ്ങൾക്ക് മാനവും മര്യാദയില്ലായിരിക്കും. എനിക്കതുണ്ട്. ദയവ് ചെയ്ത് പോണം. ഭൂപിഷ്ഠയായ സുന്ദരി, നിങ്ങൾക്ക് പറ്റിയ പേരതാണ്. ഭൂപിഷ്ഠയായ സുന്ദരി, നല്ല പേര്. That's enough. Thank you. സുകുമാരി, സുകുമാരി. എടി, ഞാൻ ബൈക്കിന്റെ പുറകെ കയറിയിരുന്നെങ്കിലേ നേരത്തെ കടയിൽ എത്താമായിരുന്നല്ലോ. എനിക്കും കണ്ണുണ്ട് പോളെ. ആട്ടെ, ആളാരാ? എനിക്കറിഞ്ഞൂടാ. ഓഹോ, അപ്പൊ പറയാൻ മനസ്സിലല്ലേ? ആ, അറിയേണ്ട സമയത്തേ ഞങ്ങൾ അറിഞ്ഞോളാം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എന്താ? മിസ്റ്റർ, ഇവിടുത്തെ ഏറ്റവും വലിയ തുണിക്കടയാണത്. ബെസ്റ്റ് ഇൻ ദ സിറ്റി. ഇവിടെയുള്ള ഓരോ ജോലിക്കാരനും അത് ഓർമ്മ വേണം. നിങ്ങളുടെ ഷൂസ് എന്താ ഇങ്ങനെ? യു ഹാവ് നോട്ട് പോളിഷ്ഡ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. ശരി സർ. ഈ രാവിലെ 8 മണിക്കൊക്കെ കട തുറക്കുക എന്ന് പറഞ്ഞ എന്തൊരു ബോറാ. അതൊരു രാത്രി 10 മണിക്കായിരുന്നെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമെങ്കിലും ചെയ്യാമായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ്. ഓ,
Come in. മിസ്റ്റർ, ലേറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരണ്ടെന്നാ പറഞ്ഞത്. ഓരോരുത്തർക്ക് വന്നു കയറാൻ കണ്ട സമയം കൊള്ളാം. കോടതിയിൽ വക്കീലന്മാര് വരുന്ന പോലെ കയറി വരുന്നത്. വാങ്ങിച്ചോ വാങ്ങിച്ചോ. സുകുമാരിയുടെ വീട് വളരെ അകലെയാണല്ലേ? അതെ സാർ. സമയത്തിന് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അതെ, ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ലേറ്റ് ആകുന്നത്. സാർ, ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. സുകുമാരിക്ക് വേണ്ടി ഇവിടുത്തെ ടൈമിംഗ് മാറ്റുക. ഇനി ഞാൻ ലേറ്റ് ആവില്ല. ലേറ്റ് ആയിക്കൊള്ളൂ. സുകുമാരിക്ക് വേണ്ടി ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ല സാർ. സുകുമാരി സാവകാശം വന്നാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന്. വേണ്ട സാർ, ഞാൻ ലീവ് എഴുതി വീട്ടിൽ പോയിക്കോളാം. അല്ല, ലീവ് കളയണ്ട, ഒപ്പിട്ടോളൂ. ഒപ്പിട്ടോളൂ. നന്ദി സാർ. നന്ദി എന്ന വാക്ക് എനിക്കിഷ്ടമല്ല. കാരണം അതിന് വിലയില്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ അതിന്റെ വില മനസ്സിലാക്കാം, അർത്ഥവുമുണ്ട്. കുട്ടി പോയിക്കോളൂ. തട്ടിക്കേറിയോ? ഇല്ല, സ്നേഹമായിരുന്നു. ആർക്കറിയാം. ആ, ഏതായാലും സൂക്ഷിച്ചോ. അതുപോട്ടെ, ഇന്നെന്താ ലേറ്റായത്? നേരത്തെ പോന്നൂടെ? ആ മോട്ടോർ സൈക്കിള് ഇന്ന് വന്നോ? വന്നു. ആരാടിയാ? ഞാൻ ചോദിച്ചില്ല. മഹാശല്യം. കാണാൻ കൊള്ളാവോ? ആരെ? നിന്റെ മോട്ടോർ സൈക്കിളിനെ. ആ, എന്തിനാ? നിനക്ക് വേണം. ലോചന ഉത്തരം പറയണം. പറയടോ. ആ, കൊള്ളാം. കല്യാണിയമ്മേ, കല്യാണിയമ്മ ജോലി കഴിഞ്ഞു പോവുകയാണോ? കഴിഞ്ഞില്ല. വല്ലാതെ തളർച്ച തോന്നി. ഞാൻ ഇങ്ങ് പോന്നു. പണ്ടത്തെ പോലെ ചുമടെടുക്കാനൊന്നും വയ്യാതായി വിനോദിനി. വയസ്സായില്ലേ? ഇനിയും കല്യാണമ്മ മണ്ണ് ചുമക്കാനൊക്കെ പോണോ? വീട്ടുകാരൻ നടന്നു പോകണ്ടേ കുഞ്ഞെ? സുകുമാരിക്ക് ജോലിയുണ്ടല്ലോ, അതുപോരെ? അവളുടെ ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാനാ? അവിടെ അച്ഛന് മരുന്ന് മേടിക്കാൻ പോലും തികയല. ഏതായാലും സുകുമാരിയുടെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞില്ലേ? നീ എന്താ പറഞ്ഞേ? എന്തിനാ കല്യാണമ്മ എന്നെ വിളിക്കുന്നത്? ഞാനും ഇവിടെ തന്നെ ഉള്ളവളാ. പയ്യനെ ഞാൻ കണ്ടതാ. കണ്ടാൽ തന്നെ അറിയാം വലിയ പണക്കാരനാ. എടി, നീ എന്നെ കളിയാക്കുകയാണോ? നിന്റെ കുരങ്ങൊലിയൊന്നും എന്നോട് വേണ്ട പറഞ്ഞേക്കാം. അപ്പോ കല്യാണിയമ്മ ഒന്നും അറിഞ്ഞില്ലേ? എന്തോന്നറിയാനാടി? ഓഹോ. എന്നാ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പോവാ. എടി, അങ്ങനെ അങ്ങ് പോയാ പറ്റില്ലല്ലോ. നീ ഏതാണ്ട് കണ്ടെന്ന് പറഞ്ഞല്ലോ, പറ. വേണ്ട കല്യാണിയമ്മേ, ഞാനായിട്ട് എന്തിനാ ഒരു വഴക്കിന് വഴി ഉണ്ടാക്കുന്നേ? എടി, നീ പറഞ്ഞില്ലെങ്കിൽ ഈ റോട്ടിലിട്ട് നിന്നെ ഞാൻ തല്ലും. ചേടാ, ഇത് കൊള്ളാമല്ലോ. മോളൊരാളോട് സ്നേഹമായതിന് എന്നെ അതെല്ലാം വരണേ. എന്റെ മോളെ എനിക്കറിയാൻ മതി. നീ കള്ളം പറയുക. ഞാനെന്തിനാ കള്ളം പറയുന്നേ? മോളൊരു മോട്ടോർ സൈക്കിളുകാരനൂടെ കറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി. നാട്ടിൽ മുഴുവൻ പാട്ടാ. എന്റെ ഗുരുവായൂരപ്പ, പേരെന്നോട് നീ പറയുന്നത്? ആരടിയാ സൈക്കിളുകാരൻ? ആ, എനിക്കെങ്ങനെ അറിയാം? മോളോട് പോയി ചോദിക്ക്. ഞാൻ പോവുക. സുകുമാരി, എന്താ അമ്മേ? ഇവിടെ വാ.
ഇത്? അമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ലടി, പറ്റിയ നിനക്കല്ലേ? എനിക്കോ? അമ്മ എന്തായി പറയുന്നത്? നോക്ക്, എന്റെ മുമ്പിലൊന്നും ഒളിച്ചു വെക്കേണ്ട. ഉള്ളത് പോലെ പറഞ്ഞോണം. ഒളിച്ചു വെക്കുമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലേ? കുടുംബത്തിന്റെ മാനം കെടുത്തിട്ട് കള്ളം പറയുന്നു. അമ്മേ! അമ്മ ആരെയാ മോട്ടോർ സൈക്കിളുകാരൻ? എടി പറയാൻ. അപ്പൊ കേട്ടത് നേരാണ് അല്ല? എന്റെ ഗുരുവായൂരപ്പ, ഇത്രയും കാലം ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല. പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ നീയെ അമ്മേ, ചത്തുകളയോടി, ഞാൻ ചത്തുകളെ. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മിണ്ടാതിരേടി. ഓണക്കാരൻ പയ്യനെ കണ്ടപ്പോ പട്ടിയെ പോലെ പിന്നാലെ പോയില്ലേ നീ? അമ്മേ, അമ്മ കാര്യം അറിയാതൊന്നും പറയരുത്. കാര്യം അറിയാതെയോ? നാട്ടിലൊക്കെ പാട്ടായി കഴിഞ്ഞടി. നാട്ടുകാർ പലതും പറയും. സത്യം എനിക്കല്ലേ അറിയാവൂ. ഒരു മോട്ടോർ സൈക്കിളുകാരൻ എന്റെ പുറകെ പലപ്പോഴും വന്നത് ശരിയാണ്. അതെന്റെ കുറ്റമാണോ? നിന്റെ കുറ്റം തന്നെയാ. നീ തിരിച്ചു കാണിച്ചു കാണും, അല്ലാതെ അങ്ങനെ ആരും പുറകെ വരില്ല. എന്റെ പുറകെ വരരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. അയാൾക്കൊരു കുലുക്കവുമില്ല. അതിന് ഞാൻ എന്താ ചെയ്യും അമ്മേ? അപ്പോ നിനക്കും അയാൾക്കും തമ്മിൽ ഒന്നുമില്ല. നേരാണ് മോളെ. അതെ അമ്മേ. ചോദിക്കാനും പറയാനും ഒരു ആണില്ലാഞ്ഞിട്ടല്ലേ യുവന്മാരൊക്കെ പുറകെ നടക്കുന്നത്. മോളെ, അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടി ചോദിക്കുക. മോള് പറഞ്ഞത് സത്യമാണല്ലോ. ഞാൻ അമ്മയുടെ മോളല്ലേ? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? അമ്മയുടെ വേദന കൊണ്ട് ചോദിച്ചതാ മോളെ. ആണുങ്ങൾ തെറ്റ് ചെയ്താലും ശിക്ഷ അനുഭവിക്കേണ്ടത് പെണ്ണുങ്ങൾ. മോള് അത് ഓർത്താൽ മതി.